ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി 11 മണിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 11 മണി കഴിഞ്ഞ് വരുമ്പോട്ടം സാറിന് മേടിച്ചൊക്കെ എടുത്തിട്ട് ഓൾറെഡി വെച്ചിട്ടുള്ളൂ. അപ്പം ഇനി എടുത്തേക്കണം. കുറേ പണികളുണ്ട്. തങ്ക അങ്ങനെ അപ്പോൾ പല്ലേപ്പും കാര്യങ്ങളും തുടങ്ങി. അതിനായിട്ട് അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് പല്ലേപ്പ് കഴിഞ്ഞിട്ട് അതിനായിട്ട് പോയിട്ടുള്ളൂ. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പല്ലേപ്പ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. മുടി ആദ്യം അത് ഉറങ്ങി ചെയ്യുമ്പോഴേ മുടിയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചു, പല്ലേച്ചു, ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കഴുകിയിട്ടാണ്. രാവിലെ എപ്പോൾ കഴിച്ചാലും മുഖം ഒന്ന് സോപ്പിട്ടിട്ടോ ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ മുഖം നല്ല ഫ്രഷ്നെസ് ആവട്ടോ. അങ്ങനെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു. അതിൻ്റെ വേണ്ടിക്ക് മുഖം തോർത്ത് എൻ്റെ അലമാരിൽ കാണാനില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയി എടുത്ത് കൊടുത്ത് മുഖമൊക്കെ തോർത്തി. അതിന് ശേഷം നമ്മുടെ ഫേസിന് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ കിട്ടാൻ ഒരു മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ പരട്ടാണ് കേട്ടോ. ഫേസ് സ്കിന്ന് നല്ല ഡ്രൈ ചെയ്യാൻ വേണ്ടിയിരിക്കാൻ അപ്പം ആ ക്രീം മുഖത്ത് പറ്റിയതിന് ശേഷം ബാക്കി കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈൻ്റെ ഉള്ള കയ്യിലത്തെ കൈമ പരട്ടി ഒരു പൊട്ട് കുത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇവിടെ ഇരുന്ന് വെറും വയറ്റിലുള്ള ഗുളിക, ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗുളിക. അപ്പോൾ അത് ഭാഗം വെപ്പായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാനും അതിനെ കൂടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാനും അതിനെ കൂടിയിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ ദോശമാവ് ഇടയ്ക്ക് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഉച്ചത്തെ ചോറ് വയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ ചർച്ച ഉണ്ട്. എന്താ വെച്ചാൽ ചില ദിവസം ചോറ് കുറവ് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് കഴിക്കും. അല്ലാത്ത ദിവസമാണെങ്കിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് പോയി അവർക്ക് വേണ്ട. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു നേരത്തോടുകൂടി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് എന്നാലും ഇവരെ 3 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് ഒരു കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടെ കഞ്ഞിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ കഞ്ഞിട്ടു, അതടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ അമ്മയ്ക്ക് ചമ്മന്തി കൊണ്ടുപോയിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ പിന്നെ വീട്ടിലും എല്ലാവർക്കും അത് ഇഷ്ടം. അപ്പോൾ അത് തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി. അങ്ങനെ നമ്മളിതൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോട്ടാ. അപ്പോൾ ഞാൻ ഇത്ര കൂടുതൽ എടുത്ത് നോക്കണ്ട. ചമ്മന്തി കുറച്ച് മതി എന്നുള്ളവർക്ക് വലിയ തക്കാളിയുടെ പുളി വേണ്ട കേട്ടോ. അതാണ് എൻ്റെ ടേസ്റ്റ്. ഇത്ര നാളികേരത്തിൽ ഇതിൻ്റെ പകുതി ചട്നിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും പേരിലാണ് കേട്ടോ ഇത്രയും കൂടുതൽ ഞാൻ എടുത്തത്. പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ തരി കൊണ്ടുപോകണം. അത് തരിന് വേണ്ടു. അപ്പോൾ വറ്റൽമുളക്, എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്, തക്കാളി, ചുവന്നുള്ളി കുറച്ച് വേണ്ട, അത്ര വേണം. നാളികേരം കേട്ടോ. ഇതാണ് വേണ്ടത്. പിന്നെ ഇത് മൂന്നും നമുക്ക് വറുത്തെടുക്കണം. എണ്ണയിൽ വറുത്ത് കോരിക്കണം. ഇത് നന്നാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. മുറിച്ചിട്ട് വറുക്കുമ്പോൾ ആ ചമ്മന്തിയുടെ ടേസ്റ്റേ മാറും. ഇതിങ്ങനെ മുഴുവൻ ഇട്ടിട്ട് തന്നെ ഒന്നിന് കണ്ടിപ്പിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. അത് അപ്പോൾ ഇന്നലെ ഞാൻ മീൻ കറി വെച്ചു, തക്കാളി മാങ്ങ പരിപ്പും കൂടി കറി വെച്ചു. പിന്നെ എന്താ കായ ഉപ്പേരി വെച്ചു, മീൻ വറുത്ത് വെച്ചിട്ട്. എന്നാലും ഇവരൊക്കെ ചോറാണ്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് മീൻ കറി ഇരിക്കുന്നുണ്ടെങ്കിൽ മുതിരപ്പേരും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയ പരിപാടി കഴിഞ്ഞു. വേണമെങ്കിൽ പപ്പടം, തൈര്, മുട്ട അതൊക്കെ ഫ്രിഡ്ജിലേക്ക് അത് എന്തെങ്കിലും ചെയ്ത് കഴിക്കണേ. ഇന്നലത്തെ മീൻ വറുത്തതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിനായിട്ട് കുണുക്കമ്മന് കൊടുക്കേണ്ടി പാല് ബൂസ്റ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ അപ്പുറത്തേക്ക് വെച്ചെന്ന് വെച്ചാൽ നമ്മളിവിടെ എണ്ണയിലിട്ട് ഇതാക്കണേ. പിന്നെ അമ്മയ്ക്ക് ഒരു കോഴിമുട്ട കഴിക്കാൻ ഒരു കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കളഞ്ഞ് ചിലപ്പോഴേ കഴിക്കുള്ളൂ. എന്നാലും നമ്മുടെ സമ്മതത്തിൽ ഒരു മുട്ട പുഴുങ്ങിയത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് പറഞ്ഞൊരു മുട്ട പുഴുങ്ങിയത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോഴിമുട്ട നാടിനെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചുവന്നുള്ളി വറുത്തെടുത്തു, മുളക് വറുത്തെടുത്തു. പിന്നെ നമ്മളിത് 3 തക്കാളി ഇട്ട് അത് മുടക്കനെ ചെറിയ ഇട്ട് വറുക്കണം കേട്ടോ. പിന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെൻറ്റ്സ് ഓൾ കേരളയാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മെസ്സേജുകളും കാര്യം ഇപ്പോൾ കല്യാണ സീസണൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളും കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ഒപ്പം ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും എപ്പോഴായാലും 24 മണിക്കൂറെന്ന് എനിക്ക് പറയാം എൻ്റെ ജോലി. അത് ഈ യൂട്യൂബ് അല്ലെങ്കിലും വീട്ടിലെ പണിയില്ലെങ്കിലും ഷോപ്പിലത്തെയായാലും ഞങ്ങൾ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുക, ഫോട്ടോ അയച്ചു കൊടുക്കുക, അതിൻ്റെ റേറ്റ് പറയാം, അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു പണി തന്നെയായിട്ട് നമുക്ക്. എന്താ വെച്ചാൽ കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്യുമ്പം ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും നമ്പർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതേകൊണ്ട് ഞാൻ ചെറിയ തീരിട്ട് നിന്നിട്ട് നമുക്ക് ചെറിയ തീരിട്ട് കരിക്കുക കേട്ടോ. ചെറിയ തീരിട്ട് അതിങ്ങനെ വാട്ടി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശം വേവിന് കാര്യമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കഞ്ഞി വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചമ്മന്തിരിക്കൽ ഉപ്പ് ആവശ്യമുള്ള ഉപ്പിട്ട് കിട്ടുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തക്കാളി, വറ്റൽമുളക്, ചുവന്നുള്ളി ഇട്ടാൽ ഉപ്പ്. അപ്പോൾ തക്കാളി ഒന്ന് ജസ്റ്റ് ഞാനൊരു കത്തിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ അരയുമ്പോൾ കണ്ട അപ്പോൾ അരഞ്ഞ് സെറ്റായി. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നാളികേരം കേട്ടോ. നാളികേരം ഇട്ട് കണ്ട മിക്സി
ജാറ് നിറച്ച് ചമ്മന്തി ഇടുക. പക്ഷെ നല്ല രസമുള്ള ചമ്മന്തി ആയിട്ട്. പിന്നെ ഞാൻ ഇഡ്ഡലിയെടുത്ത് ദോശയ്ക്കുള്ള ചട്നിക്ക് കുറച്ച് നാളികേരം ബാക്കിയിലിട്ടു, 4 ചുവന്നുള്ളി, തുണ്ട് ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് ചട്നി അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ട് വന്ന് ചമ്മന്തിയുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ തരി ഉപ്പ് കുറയണം, എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ ആയി. അപ്പോൾ കഞ്ഞി ഞാൻ പാത്രത്തിൽ പകർത്താനുള്ള പണിയുടെ ആസ്പത്രിയിൽ നിന്ന് വന്ന് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മോറി അതിൻ്റെ ഉള്ളിൽ അമ്മയ്ക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലൊന്നുമില്ല. കാരണം ആ ചട്ടിയിൽ മീൻ ചട്ടിയിൽ മീൻ കറി ഇങ്ങനെ ചമ്മന്തി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മുതിര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചെടുത്തു കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. അപ്പോൾ അടുത്തത് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വന്നാലും ഇങ്ങനെ തൊട്ടി നിറയെ പാത്രം. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അല്ലേ, തൊട്ടി നിറയെ. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ വീട്ടിലൊരു നല്ലൊരു പണി. ഇപ്പം നേരത്തോടുകൂടി പണി കഴിയട്ടെ. എന്താ വെച്ചാൽ അമ്മേൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മളുള്ളത് നേരത്തെ വെച്ച് ഒരു 10-11 മണിയാകുമ്പോഴേക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പണി കഴിയാൻ 2:30-3 മണിയൊക്കെ ആവും. ഇപ്പോൾ ഉള്ളത് എന്താ ചെറിയ കറിയാണെങ്കിൽ അത് വെച്ച് നേരത്തോടുകൂടി അമ്മേൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ മുതിരപ്പേരി ഏകദേശം 3/4 വശമായി കഴിഞ്ഞു. ആ എല്ലാവരും ഏകദേശം ആയിട്ടാണ്. അങ്ങനെ നമ്മൾ മുതിര വേവിച്ച് വെച്ച് അങ്ങോട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുതിരയുടെ ചാറുള്ള തഷ്ടം കുറച്ച് വെള്ളമൊക്കെ ഇറക്കി കൊടുന്ന് വെച്ചു. നന്നായി മുതിരയിൽ എരി പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ തിളപ്പിച്ച് സെറ്റാക്കാൻ വെച്ചോട്ടെ. അപ്പോൾ കുറേ ആൾക്കാർക്ക് മുതിര അറിയാണ്ട് വീണ്ടും മെസ്സേജുകൾ കയറി വന്നിട്ടുണ്ട് കേട്ടോ. മുതിര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തൊട്ട് നിറയെ പാത്രങ്ങളായി. അപ്പോൾ അതൊക്കെ നിന്ന് മൂറേട്ടാ. അതും നല്ലൊരു പണി. എന്താ വെച്ചാൽ ഇങ്ങനെ പണി കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ തൊട്ട് നിറയെ ഇങ്ങനെ പാത്രം ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കി കൊടുന്ന് ഞാൻ വെക്കുന്നുണ്ട് പാത്രം മൂറാൻ വേണ്ടിയിട്ടിട്ട്. അപ്പോൾ അതൊക്കെ മൂറാൻ വെച്ചു. ചോറ് തിളപ്പിച്ച് ഊറ്റിയാണ് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ച് പാത്രങ്ങൾ മൂറാൻ തുടങ്ങിയിട്ടാണ്. പാത്രങ്ങൾ നമുക്ക് എത്ര മൂറിയാലും അക്ഷയ പാത്രം എന്ന് പറയില്ല, അതാണ് കേട്ടോ തൊട്ടി. ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ പെറ്റി പെരുകി എന്താണ് ചേട്ടാ ഞാനെന്താ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചൂടുവെള്ളം ഉണ്ട് അവിടെ, ചൂടുവെള്ളം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളും കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ രാവിലെ എടുത്തിട്ട് ഞങ്ങളൊരു 10 വന്നിട്ടാകുമ്പോൾ 11 കഴിഞ്ഞില്ലേ, 11 നേരത്ത് അനിയുടെ അമ്മേൻ്റെ അടുത്ത് പോയിട്ടാ. കഞ്ഞി കൊണ്ട് അമ്മേൻ്റെ അടുത്ത് പോയി. പിന്നെ ഇതിപ്പോൾ സമയം ഒരു 8-8 അപ്പോൾ അങ്ങോട്ട് പോന്നിട്ട് വീട്ടിലേക്ക് വന്നു. അമ്മേനെ ഇന്ന് ഡിസ്ചാർജ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഡിസ്ചാർജാണ്, അമ്മയ്ക്കൊരു സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും വയ്യാണ്ടായിട്ട് കൊണ്ടുപോവാ, കഴിച്ചായിട്ട് കൊണ്ടുപോവാ. പിന്നെ വയറൊഴിച്ചില് ഛർദ്ദിക്കാൻ വരിക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള അസ്വസ്ഥത. പിന്നെ കൊടുത്തിട്ടും കാര്യമില്ല, കൊടുന്ന് വീണ്ടും കൊണ്ടുപോകണം, ക്യാഷായിട്ട് വേണം. പിന്നെ അവിടെ റൂം അപ്പോൾ 90 വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ ഈ പിടിച്ചടക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ അതിന് പിടിക്കുമ്പോഴൊക്കെ ശരീരം വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നടക്കാനൊന്നും അതിന് മാത്രം ഒരു സെറ്റല്ലല്ലോ. അപ്പോൾ ഇന്നത്തോടെ നോക്കട്ടെ, ഇന്നാണ് കൂടി നോക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ കെടുത്തിട്ടുണ്ട് അമ്മേനെ. ഇന്ന് 8 ദിവസമായി ഡിസ്ചാർജ് ആയിട്ട് ഞാൻ രാവിലെ പോയി 4 മണി പോയി ബില്ലൊക്കെ. പക്ഷേ പിന്നെ ഓരോ മണിക്കൂർ പോകുന്നതോടെ അമ്മ ഭയങ്കര ഡള്ളായി വരിക. അപ്പോൾ വീട്ടിൽ കൊടുത്തിട്ട് കാര്യം അടക്കം എടുക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ഒന്നുകൂടി കിടത്തി നോക്കിയിട്ടുണ്ട്. ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കഞ്ഞി കുടിച്ച് ഇഞ്ചക്ഷനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വന്ന് കുറേ ആൾക്കാർ അമ്മോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു വയസ്സാണ് അടുത്ത് അവരെ കണ്ടിയൊക്കെ അങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് വീഡിയോ, ഒരിക്കലും കണ്ടന്റിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കാണാം. പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടൊരു കാഴ്ചയാണ് ഞാനത് കണ്ടത്. എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ, അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും റൂമിലേക്ക് എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ വളർന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ റൂമിൽ, അച്ഛൻ ഉമ്മാർത്ത് ഗ്രില്ലിട്ട് ഉമ്മാർത്ത് കട്ടിലിട്ട് അവിടെ എടുക്കുക. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് അച്ഛനമ്മ ഒരുമിച്ച് എടുക്കാത്തത്. ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടത് എൻ്റെ അച്ഛനെ ഒരുമിച്ച് എടുക്കുന്നതാണ്. ഇവിടെ അപ്പോൾ അമ്മ അപ്പം അവരുടെ കുറേ വർഷങ്ങൾ അവരുടെ ലൈഫ് അങ്ങനെയായിരുന്നു. മക്കൾ മക്കൾ അങ്ങനെ പണ്ടത്തെ തറവാടപ്പം അങ്ങനെ അതാണ് പണ്ടത്തെ വീടും കൂട്ടുകുടുംബം. അതാണ് മക്കൾ പേരക്കുട്ടികളും ഒക്കെ ഇപ്പോൾ കൂട്ടുകുടുംബം. പണ്ടത്തെ തറവാട് വീട്ടിൽ നിന്ന് ഭയങ്കര സൗകര്യം കാര്യം അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ പുതിയ വീടൊക്കെ പണ്ട് തറവാട്ടിൽ താമസമായപ്പോൾ അച്ഛനമ്മ ഒരു റൂമിലാണ്. അപ്പോൾ അവർ മാനസികമായിട്ട് ഇപ്പോഴാണ് ശരിക്കും ഒന്നുകൂടി ഭയങ്കരമായിട്ട് അടുക്കണത്. എപ്പോഴും ഒരു റൂമിൻ്റെ ഉള്ളിലല്ല അച്ഛനും അമ്മയും. അപ്പം ഞങ്ങൾ ഒട്ടും ഞങ്ങൾ അച്ഛനും അമ്മേനെ അങ്ങനെ കണ്ടിട്ടില്ല. എന്തെങ്കിലും അച്ഛൻ സംസാരിക്കാതെ പോവുക അങ്ങനെ ഞങ്ങൾ കണ്ടിരിക്കണം. ഞങ്ങൾ മക്കളായാലും മരുമക്കളായാലും പേരക്കുട്ടികൾക്ക് അടക്കം അതിശയായിരുന്നു. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പം അമ്മയ്ക്ക് അച്ഛനെ കാണണം. അച്ഛൻ പേരെന്ന് വിളിക്കില്ല, ഓയ്
അങ്ങനെയൊക്കെ പറയാൻ വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അച്ഛനെ ഇരിക്കുമ്പോ അച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞോട്ടമ്മ ഞാൻ ഐസിയുലായിരുന്നു, എന്നാലും അമ്മ ഐസിയുലായി കുറച്ചപ്പോൾ ഐസിയു അപ്പൊ അച്ഛനോട് പറയാണ്ടല്ലേ പോയിക്ക് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ടെൻഷനിലാണ് അമ്മ അച്ഛനെ കാണുക. അപ്പൊ അച്ഛനും അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ വിഷമം വരിക, അമ്മയ്ക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വിഷമം വരിക. എന്താ വെച്ചാൽ ഇവർ രണ്ടാളും ഇങ്ങനെ നിന്നിട്ട് ഒരാൾക്ക് ഒരാളിങ്ങനെ ഇല്ലാണ്ടാവുമ്പോൾ ആ മറ്റുള്ള അവസ്ഥ അതാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പം അമ്മ ചിന്തിക്കുന്നത് അമ്മ ഇല്ലാണ്ടാവുമ്പോൾ അച്ഛൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ അവരങ്ങനെയല്ല. അച്ഛൻ ചോദിക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു പോയി എൻ്റെ ഒരു അവസ്ഥ എന്താ. അപ്പം തമ്മിൽ രണ്ടാൾക്കും ഫേസ് ഭയങ്കര വിഷമമായി നോക്കിയിട്ട് അപ്പൊ പൂവല്ലേ എന്ന് പറഞ്ഞ വെച്ചാൽ അമ്മണ്ട് കൈ പിടിച്ചിട്ട് അച്ഛനും ഉമ്മ കൊടുക്കണു. അപ്പൊ ഞങ്ങളും മക്കളും മരുമക്കളൊക്കെ പേരക്കുട്ടിയാണ് ഭയങ്കരമായിട്ട് ചിരിച്ചത്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി കൊടുത്ത അത് കാണട്ടെ. ഇപ്പൊ ഞങ്ങൾ ഒന്നുകൂടി ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒന്നുകൂടി ഉമ്മ കൊടുക്കാൻ ആ ഒരു വീഡിയോ ഞാനത്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കാണാൻ സന്തോഷിച്ചിരുത്ത ഒരു വീഡിയോ. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഫോണുകൾ ഇപ്പൊ ഐഫോണിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരുപാട് സന്തോഷിച്ചൊരു നിമിഷമാണ് അത്. അച്ചാമ്മയ്ക്കും പോലത്തെ ഒരു നിമിഷം ഭയങ്കരമായിട്ട് നമ്മൾ കണ്ണിന് കണ്ട നല്ലൊരു കുളിർമയായ നല്ലൊരു കാഴ്ച. ഈ വയസ്സിലും അവർക്ക് അവരുടെ മനസ്സിലെ പ്രണയം തന്നെയാണ് അല്ലേ, അവരാ വയസ്സിലെ പ്രണയം തന്നെയാണ് അത് വന്നത്. അത് പ്രണയത്തിന്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകങ്ങള്. അപ്പൊ എന്താ പറയാ, ഞാനപ്പോ അതിനാരും നെഗറ്റീവ് പറഞ്ഞ. പിന്നെ നമ്മളിത് പോസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ആൾക്കാർ, കാരണം നമുക്ക് സ്റ്റോറേജ് വളരെ കുറവാണ്. ഇത് പിന്നെ വീഡിയോ എടുത്ത് നാളെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അപ്പോൾ ഡിലീറ്റ് ചെയ്യും. നാളേക്ക് വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്യാത്ത സ്റ്റോറേജ് ഇല്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയാണ് ഐഫോൺ. ഒരു ഫോട്ടോ 4 ഫോട്ടോ 5 ഫോട്ടോ മേലെ കൂടുതൽ. അപ്പോൾ ഇതിലത്തെ ഫോട്ടോയൊക്കെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഒരു കഴിച്ചിടും. അപ്പോൾ നമുക്ക് ആവശ്യം വരും. പക്ഷേ ഇന്നാണ് കുഞ്ഞിൻ്റെ ഫോൺ എന്തോ ഫോർമാറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അതോടുകൂടിയുള്ള ഫോട്ടോസോട് വീഡിയോസും. അപ്പം നമ്മൾ ഈ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമുക്കത് കാണാം. നമ്മുടെ ഇത് പോണില്ല വീഡിയോ. അതിന് വേണ്ടിയാണ് നമ്മൾ നല്ല നല്ല നിമിഷങ്ങളും പകർത്തി നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടുന്നത്. ഇപ്പം ഞാൻ തന്നെ കുറേ റീൽസ് എന്തിനാന്ന് പറയുക, ഞങ്ങൾക്ക് രണ്ടാൾക്ക് വയസ്സാകുമ്പോൾ ഇരുന്ന് കണ്ട് ചിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരക്കുട്ടികൾ കളിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒരാളില്ലാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളുടെ നല്ല പ്രായങ്ങൾ കണ്ട് ആസ്വദിക്കുക അല്ല ചേട്ടാ. നമ്മൾ വയസ്സാം കാലത്ത് ആലോചിക്കും നമ്മുടെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ എന്തൊക്കെ നല്ല നിമിഷങ്ങൾ നല്ല നല്ല അതൊന്നും ഇപ്പം ഞങ്ങളുടെ ഒന്നുമില്ല കാണാനോ അല്ലെങ്കിൽ മക്കളോട് CD ആക്കാൻ പറ്റാണ്ടാണ് ഇരിക്കുന്നത് അത്രയും. അപ്പോൾ പനിയുടെ മുന്നിട്ട് പറയാം അമ്മ അങ്ങനെയല്ല, നമ്മൾ നല്ല ഭംഗി നമ്മൾ തന്നെ. അപ്പം പറയുമ്പോൾ അവർ കേൾക്കണുള്ളൂ, പക്ഷെ അവർ കാണില്ല. അപ്പോൾ കാണിച്ചു നോക്കാൻ നമ്മുടെ ഒന്നുമില്ല. അപ്പം നാളെ അങ്ങനത്തെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരിക്കണം. ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നെഗറ്റീവ് പറയണവർക്ക് നെഗറ്റീവ് പറയാം, അതൊന്നും നമുക്ക് വിഷയമില്ല. നമ്മളെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടൊരു മൈൻഡ് അവരല്ല നെഗറ്റീവ് പറഞ്ഞു. യെസ്, നമ്മളത് കണ്ടന്റ് ആയിട്ട് എടുത്തു. അത് നിങ്ങൾക്ക് തോന്നുന്ന വെറും തോന്നണത് കഴിച്ചപ്പോൾ അത് ഒരുപാട് ഒരു ഭാര്യ ഭർത്താവ് ഒരുപാട് പരാജയപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇത് കണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഈ പ്രായത്തിലും അവർക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ആ മനസ്സിന്റെ ഒരു ഇതൊക്കെ. ഇന്നിപ്പോ ഭർത്താവിന് ഭംഗിയില്ലല്ലേ, ഭർത്താവിന് കുറച്ച് കാശില്ലല്ലേ, ജീവിത സുഖം ഇല്ലാണ്ട് ഇട്ടെറിഞ്ഞ് പോണ ഭാര്യമാരുടെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നില്ലേ. എത്ര ഭർത്താക്കന്മാർ പെണ്ണിന് സൗന്ദര്യം പെണ്ണിന് ഗുണമില്ലാണ്ട് ഭാര്യമാർ ഇട്ടെറിഞ്ഞ് കൊണ്ടില്ല. മക്കളെ അവര് കണ്ടിരിക്കണം, ഷൂ ഇട്ടടക്കണം, കൂളിംഗ് ഗ്ലാസ് ഇട്ടടക്കണം, കുടുംബാരി വേണോ, അത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആഗ്രഹങ്ങളില്ലായില്ല, ഇഷ്ടം പോലെ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനൊപ്പം എനിക്ക് എൻ്റെ മക്കളും കൂടെ വേണം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താഗ്രഹത്തിനൊപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അരപ്പവൻ്റെ ചെയ്യുന്നതാണ് എൻ്റെ മക്കൾ കഴുത്തിലില്ലാണ്ട് ഞാൻ അരപ്പവൻ്റെ ചെയ്യുന്ന കഴുത്തിലിട്ടില്ല. അത് ഞാൻ ഓരോ ഗ്രാമമായിട്ട് എല്ലാവരും കിട്ടിട്ട് അതിൻ്റെ ബാക്കി ഞാൻ ഇടും. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഇടാറില്ല. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ കയ്യുമ്പം ഒരു 6 തടവള എൻ്റെ വീട്ടിൽ നിന്ന് വരപ്പോൻ്റെ 6 തടവള എൻ്റെ കല്യാണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മ ഉണ്ടാവും, കൂടെ പുറപ്പോഴും ഉണ്ടാവും, ആരാന്നും പറയില്ല. അപ്പം നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ഈ 6 പാടി ഇതുപോലെ കഴിച്ചതിനും 3-4 മോതിരം വലിയ താലിച്ചതിനും ഇതൊക്കെ ഇട്ടിട്ട് പാദസരം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ 10 ആളുടെ മുന്നിൽ പോകുമ്പോൾ അതൊക്കെ അഭിമാനമായിട്ട് തോന്നാറില്ല. എന്താ വെച്ചാൽ എൻ്റെ കൂടെ പുറപ്പെടും, എൻ്റെ അമ്മയുടെ ദേഹത്തില്ല, ഞാൻ അവർ മുക്കിട്ടിട്ട് ഞാൻ സ്വർണ്ണിട്ട് പോകണത് എന്താണെന്ന് ഞാൻ ചിന്തിച്ച ചിന്താഗതി അങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു. എൻ്റെ കാലം ഒരു 3 പവൻ്റെ പാസരം ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ല. അത് എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ചെയ്യില്ല, അത് എൻ്റെ അമ്മയുടെ കഴുത്തിലായിരുന്നു. അത്
ഫുള്ള് അമ്മയ്ക്ക് ഇട്ടത് പറയണതല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചിന്തിക്കണല്ലോ ഞാൻ ഒറ്റ. പക്ഷെ അനുഭവത്തിന് എനിക്ക് ഞാൻ ഇവർക്കൊക്കെ ഇടാവുന്നത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ സാഹചര്യം ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മറ്റുള്ളവർക്ക് ഇതുണ്ടായി. അപ്പോൾ ഞങ്ങളൊരു സഭയിലാകുമ്പോൾ ഞാൻ കുപ്പിവാള ഇട്ട് പോയിട്ടുണ്ട്. ഞാൻ കൊടുത്തു, എൻ്റെ വള എല്ലാവരും ഓരോ കൈമിട്ടു, മോതിരിട്ട് കൊടുത്തു, മാലിട്ട്. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ കാലങ്ങൾക്ക് ശേഷം നമുക്കങ്ങനെ സാഹചര്യം വന്നപ്പോൾ നമ്മൾ പോകുമ്പോൾ അവരുടെ ദേഹത്തുണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം നീ ഇട്ടോ എന്നിട്ട് ഇട്ടാന്നിട്ട് അന്ന് കുപ്പിയാണ്. പക്ഷെ ഞാനുള്ളപ്പോൾ എൻ്റെ അമ്മയുടെയും കൂടെ പോയപ്പോഴും കൈമിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മനസ്സും ആ ഒരു സംതൃപ്തി. പക്ഷെ ഞാൻ ചെയ്യണ പോലെ തിരിച്ചാരും ചെയ്യില്ല കേട്ടോ. അതിന് നല്ല ഒരു ഭർത്താവിനെ കിട്ടിയിട്ടല്ലോ. നമുക്ക് നല്ല കാലം തന്നെ മതി. നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരുന്നാൽ തന്നെ ഏറ്റവും നല്ല കാലം. നമ്മൾ ആർഭാടം അതൊക്കെ അതിന്റെ വഴിക്ക് വിടുക, അത്രേ ഉള്ളൂ. എല്ലാരും കൊടുത്തിട്ടല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു പുതിയ സാരി അന്ന് ഈ കൊടുത്തിട്ടുള്ള വെച്ചാൽ ഞാൻ കൊടുത്തതും ഞാന് ഓരോരുത്തരെ നോക്കിയായിരുന്നതും അതൊക്കെ എനിക്കറിയാലോ. അത് പല സന്ദർഭങ്ങളിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ അത് ഇപ്പോഴും അല്ലേ. അതൊന്നും കാര്യാക്കണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട് ഞാനാണ്. ഞങ്ങളെ പറഞ്ഞില്ല കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ ആ വീഡിയോണ് എനിക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾ എന്താ ചിന്തിക്കണേ? എന്തെനിക്കായിരിക്കും കിട്ടുന്നത്? ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കി ആസ്വദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നാളത്തെ ഞാനുണ്ട് അനുവേട്ടനാണ് അല്ലേ, നാളത്തെ നമ്മുടെ ഉണ്ടാവില്ല. അത് തീർച്ചയായിട്ടും അമ്മയുടെ എന്തിയായിരിക്കും അപ്പൊ സിഞ്ചി പ്യൂട്ടിനെ തടിച്ച നമ്മുടെ മനസ്സ് തടിച്ചിട്ടില്ല, സ്ലിപ്പ് ആയിട്ടില്ല. അത് നമ്മൾ അതിന്റെ നിലയ്ക്ക് പോകണം. അത്രയാണ്. അമ്മ ഞാൻ അതിനേക്കാൾ ഒരു 5 മിനിറ്റ് പണി ഞാൻ എന്നോട് പറഞ്ഞെന്താ അച്ഛനമ്മ ഇരിക്കുമ്പോ ഒക്കെ ഡോറിന്റെ അച്ഛൻ വന്നിട്ട് അച്ഛനമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ ബാക്കിൽ നിന്ന് എന്നോട് പറഞ്ഞ ഇതിന് വലിയ ഭാഗ്യം എന്തായാലും വേണ്ട കേട്ടാ. അച്ഛനമ്മ ഒരുമിച്ച് ഇത്ര വർഷം അവരിങ്ങനെ ഇരിക്കണത് കാണുമ്പോഴെന്നെ എന്തൊരു സന്തോഷം വെച്ചിട്ടാ. നമുക്കൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. 76ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് കഴിഞ്ഞത്. 75 ആയിട്ടില്ല, 20 പോരാ, 73 ഉണ്ടാവുന്നു. 70 വയസ്സ് അപ്പുറമായി. എന്തായാലും അതൊരു ഭാഗ്യല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ നല്ലൊരു ഭാര്യ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവിനോട് എത്ര വർഷം ജീവിക്കുക എന്നുള്ളത്. പിന്നെ ഒരു എന്തൊരു കാര്യത്തിനും എത്ര ആൾക്കാരാ അമ്മയുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എത്ര ആൾക്കാരാ വരുന്ന കാര്യങ്ങൾ. അനീതിമാരും എന്റെ കാര്യം അമ്മയുടെ അനീതിമാരും അവരൊക്കെ ഓടി വരുന്ന ആള് ശരിക്കും സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ എപ്പോഴും ആൾക്കാരെ നിറച്ച് അതൊരു ഭാഗ്യം വേണ്ട. അങ്ങനെ നമുക്ക് പോയി വരാം. നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. പോയി വരാനും വരയ്ക്കുമ്പോൾ നമുക്ക് ഞങ്ങൾക്കിപ്പോ എന്താ പറയാ, ഞങ്ങൾക്ക് എന്താ പറ്റി ചെറുത് അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പോവുന്നുണ്ട്, അമ്മയുടെ അടുത്ത് പോവുന്നുണ്ട് വരുന്നുണ്ട്. അത് ഞങ്ങള് ആരുടെയും ഒന്നും നേടാനാ ഒരു 10 രൂപയ്ക്ക് ലാഭം. ഞങ്ങളുടെ രണ്ടാളുടെ മനസ്സിന്റെ സന്തോഷമാണ് അത്. അല്ലേ ചേട്ടാ? നമ്മളിപ്പോൾ എൻ്റെ മക്കളെ വേണ്ടിയിട്ട് ഇത്രയും മണിക്കൂർ ഞാൻ അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ എടുത്ത് പറഞ്ഞു നിങ്ങൾ പൊക്കം ഉണ്ടോ വീട്ടിലുള്ളതെല്ലാം എടുത്ത് പറയണ്ട. പക്ഷെ നമ്മളത്രയും നേരം അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കിന്നൊരു ആത്മസംതൃപ്തി ഇല്ല. അതിന് വേണ്ടിയിട്ടാ ഞാൻ എന്താ പറയുക, നമ്മളെന്ത് പറഞ്ഞാലും ആൾക്കാരെ എങ്ങനെ ചിന്തിക്കുക എന്നൊന്നും നമുക്കറിയാം. ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ആഗ്രഹം അത്ര ഉള്ളൂ. അല്ലേ? അപ്പോൾ പോയാലാ? അപ്പം എല്ലാവരും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ. ഇനി കുളിക്കണം ആസ്പത്രി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യും. അതിനായിട്ട് പോയിട്ട് ചൂടണം.